അവധിക്കാലത്തെ അതിഥി. ഞാൻ രാജീവ്, വയസ്സു 17. എന്റെ ചേട്ടൻ അജിത്, വയസ്സ് 57. കഴിഞ്ഞ വേനൽക്കാലം ഒരു അപ്രതീക്ഷിത അനുഭവം ആയിരുന്നു. ആ കഥ പറഞ്ഞുതരാം. വർഷങ്ങളായിട്ടു നമുക്ക് അറിയാവുന്ന ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ ഉള്ള നമ്മളുടെ അമ്മാവന്റെ പഴയ തറവാട് വീട്ടിലേക്കാണ് ഞങ്ങൾ അവധിക്ക് പോയത്. ആ വീട് വലുതാണ്, എന്നാൽ വളരെ പഴയതും. ഇരുണ്ടതും വനപ്രദേശവും. രാത്രിയാകുമ്പോൾ പറക്കും വവ്വാലുകൾ, കറുത്ത കാക്കകൾ ഒക്കെ വീട് ചുറ്റിപ്പറക്കുന്നത് കാണാ. അവിടെ ആദ്യം 2 ദിവസം സുഖമായി കിടന്നു. പകലാകുമ്പോൾ ഞങ്ങൾ കാട്ടിലൂടെ സഞ്ചരിച്ചു. പക്ഷേ 3-ാം ദിവസം മുതൽ രാത്രികൾ എന്തോ അസ്വാഭാവികമായി മാറി. ആ രാത്രി മഴ ശക്തമായിരുന്നു. ഇലകൾ കാറ്റിൽ കുലുങ്ങുന്ന ശബ്ദം പോലും ഭയാവഹമായി തോന്നി. വെളിച്ചമൊന്നുമില്ലാതെ രാത്രിയുടെ ഇരുണ്ടിരുട്ടിൽ ഞങ്ങൾക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഒരാൾ ഇറങ്ങിനടക്കുന്ന പോലെ മുകളിലത്തെ മുറിയിൽ നിന്നു. അജിത് അല്പം പേടിച്ചു എന്നെ ചേർന്നു. ഞാൻ പറഞ്ഞു, കാറ്റ് ആയിരിക്കും ശബ്ദം വരുത്തിയത്. പക്ഷേ വീണ്ടും ശബ്ദം, ഇളകുന്ന കവാടത്തിന്റെ മുഴങ്ങുന്ന ശബ്ദം, പിന്നെ കാൽവിരൽ കൊണ്ട് നിലം തട്ടുന്നതുപോലെയൊന്നു. ഞങ്ങൾ നോക്കി നിന്നു. ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് കേൾക്കാൻ ഞാൻ ബാൽക്കണി വാതിൽ തുറന്നു. അതൊരു വലിയ തെറ്റ് ആയിരുന്നു. ബാൽക്കണി പുറത്തെ വെളിച്ചം ഇല്ലാതിരുന്നുവെങ്കിലും വെളിച്ചമില്ലാത്ത ആ ഇരുട്ടിൽ ഞാൻ ആ രൂപം കണ്ടു. നീളമുള്ള മുഖം, ചുവന്ന കണ്ണുകൾ, വെള്ളത്തിരി പോലെ നീണ്ട മുടി. അത് വെള്ളവസ്ത്രം ധരിച്ചിരുന്നത് പോലെ തോന്നി, പക്ഷേ അത് ലഹരിയായി കാറ്റിൽ പതങ്ങിപ്പോൾ നീങ്ങുകയായിരുന്നു. ഞാനത് കണ്ടിട്ട് പെട്ടെന്ന് വാതിൽ അടച്ചു. അജിതിന്റെ കൈ പിടിച്ചു ഞങ്ങൾ കിടപ്പുമുറിയിലേക്ക് ഓടി. ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നതു ഞാൻ കേട്ടു. അജിത് അലറിപ്പറഞ്ഞു, അച്ചേട്ടാ, അവൾ കണ്ടുപിടിക്കുമോ നമ്മളെ? ഞാൻ തല ചായ്ച്ചു പറഞ്ഞു, പറയണ്ട, ശാന്തമായി ഇരിക്ക്. പക്ഷേ ആ ശബ്ദം അടുത്തു വന്നുകൊണ്ടിരുന്നു. നിലം തട്ടുന്ന ശബ്ദം, മുറിയുടെ പുറത്തു വരണ്ട വൃക്ഷത്തിന്റെ പാളം ഇളകുന്നതുപോലുള്ള ശബ്ദം. പിന്നെ വാതിലിൽ ഒരാൾ അടിക്കുന്ന ശബ്ദം. ഞങ്ങൾ ശ്വാസം മുട്ടിക്കൊണ്ട് ഇരുന്നു. വാതിലിൽ വീണ്ടും അടിച്ചു. തണുപ്പ് ഞങ്ങളുടെ ദേഹത്തെയും ഹൃദയത്തെയും കീറിയെടുത്തു. വാതിൽ കീഴിലൂടെ മഞ്ഞുപോലെ തണുത്ത വായു അകത്തേക്ക് വന്നു. പിന്നെ ആ ശബ്ദം, ഒരാളുടെ നർമ്മമായ പുഞ്ചിരി പോലെ, പക്ഷേ അതിൽ ഒരു ഭയം നിറഞ്ഞിരിക്കുന്നു. നീങ്ങുന്നു, വീട്ടിൽ നിന്ന് നീങ്ങൂ, ആ ശബ്ദം പറഞ്ഞു. ഞങ്ങൾ രണ്ടും ചലിക്കാതെ ഇരുന്നു. അജിത് കരയാൻ തുടങ്ങിയിരുന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഒരു വിചിത്ര ശബ്ദം, ശംഖുപോലെ മൂളുന്ന ശബ്ദം പുറത്തുനിന്നു കേട്ടു. അച്ചേട്ടാ, നമ്മൾ എന്തു ചെയ്യണം? അജിത് ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ വാതിലിന്റെ കീഴിലൂടെ നോക്കി. ഒരു ചൂട് നിറഞ്ഞ ചുവപ്പ് കണ്ണ് എന്നെ നോക്കി നിന്നു. എന്റെ രക്തം തണുത്തുപോയി. രാത്രി മുഴുവൻ ആ ഭാവം വീടിനുള്ളിൽ ചുറ്റി നടന്നു. പകലായപ്പോൾ എല്ലാം നിശ്ശബ്ദമായി. പക്ഷെ തറയിലുണ്ടായിരുന്ന അലമാരയുടെ അടിയിൽ നിന്നും ഞങ്ങൾ ഒരു പഴയ പടം കണ്ടെത്തി. ഒരു യുവതിയുടെ പടം. നീളമുള്ള മുടി, ചുവന്ന കണ്ണുകൾ. ഞങ്ങൾ കാണിച്ചതേ. അമ്മാവൻ രാവിലെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ എല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, ഇവിടെ വസിച്ചിരുന്ന സുമതി എന്ന യുവതി കാട്ടിൽ കൊല്ലപ്പെട്ടു. അന്നുമുതൽ വീടിനു ഭ്രമം പിടിച്ചുപിടിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വിട്ടുപോയി. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞങ്ങൾ ആ ദിവസം തന്നെ പുറപ്പെട്ടു. ഇപ്പോഴും ആ വാസ്തവം ഞങ്ങളെ പിന്തുടരുന്നു. രാത്രി കണ്ണടക്കുമ്പോൾ ആ ചുവപ്പ് കണ്ണുകളും ഓർമ്മ വരുന്നു. അവധിക്കാലം എന്നെ ഇനിയും ശാന്തമായി ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല.